ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പിന്നെ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണെന്ന് പറഞ്ഞത് കാരണം മോള് പറഞ്ഞ് ചോറ് വേണ്ട, ഉച്ചയ്ക്ക് ദോശ തന്നു വിട്ടാൽ മതി എന്ന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ചോറിനുള്ള കറിയൊക്കെ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, മോള് പോയതിന് ശേഷം മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചോറൊക്കെ വേവിച്ച് അടച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അത് എന്നാലും പെട്ടെന്ന് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാണ് ചോറ് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ വെന്ത് അടച്ചതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നുമില്ല. 8:10 മോൾക്ക് പോകണം, ചിലപ്പോൾ 8 മണിക്ക് പോകും. മോർണിംഗ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നും ഇപ്പോൾ ഒട്ടും കിട്ടണില്ല. അപ്പോൾ എന്നാലും ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും ഒന്ന് ഇരുന്നൊക്കെ കുടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയ്ക്ക് നമ്മൾ ചമ്മന്തി ആട്ടോ ഉണ്ടാക്കണത്. സാമ്പാർ പിന്നെ എപ്പോഴും സാമ്പാർ കൂട്ടണ ഇഷ്ടമല്ല, കൂടുതലും ചമ്മന്തിയൊക്കെയാണ് ദോശയ്ക്കൊക്കെ ഇഷ്ടം. പിന്നെ ഇഡലിക്കാണെങ്കിൽ സാമ്പാർ ആണ് ഇഷ്ടം, ചമ്മന്തി വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ ഞാൻ ചിരണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ദോശ ചുട്ടതിന് ശേഷം ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശ ചുടിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചമ്മന്തി ചുവന്ന ചമ്മന്തി ഇന്നിവിടെ പിള്ളേർ വറതുകൊണ്ട് ഞാനും അങ്ങനെ പറയും. നമ്മൾ മുളക് പൊടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. വെള്ളച്ചമ്മന്തി ചുവന്ന ചമ്മന്തി എന്ന് പറയണം, പച്ചമുളക് ചേർത്തതിന് വെള്ളച്ചമ്മന്തി എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു കളറിന് ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടാക്കി പിന്നെ അത് കടുകിട്ട് പൊട്ടിച്ച് ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് പിന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ച ചമ്മന്തി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ നല്ല ലൂസായിട്ട് വേണം കേട്ടോ ചമ്മന്തി. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തിരി അധികം വെള്ളം ചേർക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തി ഒന്ന് തിളച്ച് വരണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് നൊര ഇങ്ങനെ ഒന്ന് വന്ന ഒരു പത വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ ഒരു പരുവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ കാപ്പി മോക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കാപ്പി കൂടി കഴിഞ്ഞാണ് നമ്മൾ പിന്നെ അടുക്കളയിൽ വന്നത് കേട്ടോ. അപ്പോൾ അച്ചിങ്ങ മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ച് വേപ്പിലയും കൂടി ഇട്ട് അതിന് ശേഷം നമ്മൾ അച്ചിങ്ങയും അതിൻ്റെ കൂടെ ഒരു സവോളയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിയൊന്നും ചതച്ച് ചേർക്കാത്തതുകൊണ്ട് ഇതിനകത്തേക്ക് സവോള ചേർത്താട്ടോ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇടിച്ച മുളകല്ല ചേർക്കണത്. നമ്മൾ പിന്നെ ഇത്തിരി ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ മുളക് പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മൾ മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട്. ഒരുപാട് എരിവൊന്നും ഇവിടെ വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പും എരിവും ഒക്കെ കുറച്ച് മതി. എരിവ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല, എരിവ് കൂടുതൽ വേണ്ട ആർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ഒരല്പം മുളക് പൊടി ചേർക്കണം. പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുളക് പൊടി മതി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മത്തിയാണ് കിട്ടിയത്, നല്ല മുട്ടയുള്ള മത്തിയാണേ. അപ്പോൾ നമ്മുടെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ അവർ കൊണ്ടു തന്ന മത്തി. അപ്പോൾ അതൊന്ന് ഞാൻ ഉപ്പിട്ട് നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. മുട്ടയുള്ളത് കൊണ്ട് മുട്ടയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വറുത്തും എടുക്കാമല്ലോ. മോക്കുള്ള മീൻ ഞാൻ 2 വറുക്കണമുണ്ട്. പിന്നെ കറി വെച്ചാലും മത്തി മിച്ചം ഉണ്ടാകും കേട്ടോ. ഞാനും മൂത്തയാൾ മത്തിയുടെ കഷ്ണമൊന്നും കൂട്ടുകയില്ല, ഇളയാൾ ഒരു കഷ്ണമൊക്കെ പറഞ്ഞാൽ കൂട്ടും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മത്തിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് നമ്മൾ ഉലുവ ഇടുന്നുണ്ട്, കടുകിടുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരപ്പിൽ ഈ മുളക് പൊടി മാത്രം ഇട്ടാണ് അരച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളയ്ക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ഇടണം, ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 കഷ്ണം പുളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക്
മീനിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മീനിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ വറുത്തും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം. അപ്പോൾ വറുത്ത് വെച്ചതിന് ശേഷമാണ് പിന്നീട് നമുക്ക് അതിൻ്റെ മുട്ട ആ എണ്ണയിൽ തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ച് അതും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മുളക് പൊടി ഞാൻ ചേർക്കണില്ല കേട്ടോ. ആ എണ്ണയിൽ മുളക് പൊടി ഉണ്ടല്ലോ, പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും തേങ്ങയും മാത്രവും ചേർക്കണം. അപ്പോൾ ആ എരിവ് മതി. അപ്പോൾ അതിന് നമ്മളങ്ങനെ നമ്മുടെ മീൻ മുട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനുള്ള കറിയായി. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവാം കേട്ടോ. നമ്മളപ്പോൾ ചോറ് എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കറിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ അച്ചിങ്ങായും മീൻ മുട്ടയും മോരും, ഇന്നലത്തെ മോരാട്ടോ, മോരും നമ്മുടെ മീൻ കറിയും കൂടി ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ